ഇമ്പൾസ് നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം ആൻഡ് ജനറ്റിക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ ആണ്. സോ ബേസിക്കലി ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ബയോ മോളിക്യൂളാണ്. അത് മാത്രമല്ല, നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസ് ക്യാരി ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക് ഇൻഫോർമേഷൻസുകൾ കീപ്പ് ഓൺ ചെയ്യാനും ആര് സഹായിക്കാറുണ്ട്? ന്യൂക്ലിക് ആസിഡ് സഹായിക്കാറുണ്ട്. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ജനറ്റിക് ഇൻഫോർമേഷൻ കീപ്പ് ചെയ്യുന്ന ബയോ മോളിക്യൂൾസ് ആണുള്ളത്. ദ ഫസ്റ്റ് വൺ ഈസ് DNA ആൻഡ് സെക്കൻഡ് വൺ ഈസ് RNA. ഇതിൽ നിങ്ങൾക്ക് വ്യത്യാസമോ അല്ലെങ്കിൽ സംശയങ്ങളോ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും അല്ലേ. പക്ഷേ DNA ആണ് ബേസിക്കലി DNA അവിടെയാണ് നമുക്ക് ജനറ്റിക് ഇൻഫോർമേഷൻസുകളൊക്കെ ജനറ്റിക് കോഡ്സ് ആയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം എങ്ങനെയാണ് ആ ഒരു കോഡുകൾ വെച്ചിരിക്കുന്നത്, ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, കമ്പോണൻസ് ഓഫ് DNA. ഒരു DNA എടുക്കുവാണെങ്കിൽ എന്തൊക്കെ അതിലുണ്ടായിരിക്കും? ദ ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയോടൈഡ് ആണ്, അതായത് ഫോസ്ഫേറ്റ്, പെൻഡോ ഷുഗർ, നൈട്രോജനസ് ബേസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾ +2 മുതൽ പഠിക്കുന്ന കാര്യമാണ്, അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ എംഫസൈസ് ചെയ്യുന്നില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ന്യൂക്ലിയോസൈഡ് ആണ്. അപ്പോൾ തിരിഞ്ഞു പോകരുത്, ന്യൂക്ലിയോടൈഡും ഉണ്ട് സൈഡും ഉണ്ട്. സോ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോൾ ആ എസ് ശ്രദ്ധിക്കുക, ഷുഗർ ആണ്, പെൻഡോ ഷുഗർ ആണ് ഉള്ളത്. പിന്നെ നൈട്രോജൻ ബേസും ഉണ്ട്. എന്തുണ്ട്? പെൻഡോ ഷുഗറും ഉണ്ട്, നൈട്രോജൻ ബേസും ഉണ്ട്. ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ ഫോസ്ഫേറ്റ്, പെൻഡോ ഷുഗർ ആൻഡ് നൈട്രോജനസ് ബേസ് ആണ്. ഇവിടെയും പെൻഡോ ഷുഗറും നൈട്രോജനസ് ബേസും ഉണ്ട്, പക്ഷേ ഒരു എക്സ്ട്രാ അഡീഷൻ ആരാണ്? ഫോസ്ഫേറ്റ് ആണെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഷുഗർ ടൈപ്പ് ആണ്. ഷുഗർ ടൈപ്പ് ആരൊക്കെയുണ്ട്? റൈബോസ് ഉണ്ട്, ഡിയോക്സി റൈബോസ് ഉണ്ട്. ആരൊക്കെയുണ്ട്? ഷുഗർ ടൈപ്പ് റൈബോസ് ഉണ്ട് ആൻഡ് ഡിയോക്സി റൈബോസ് ഉണ്ട്. ഇനി നൈട്രോജൻ ബേസിനെ പറ്റി പറയാം. അവിടെ പ്യൂരിൻ ഉണ്ട്, പിരിമിഡിൻസ് ഉണ്ട്. ആരൊക്കെയുണ്ട്? പ്യൂരിനും ഉണ്ട്, പിരിമിഡിൻസും ഉണ്ട്. പ്യൂരിനാണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ. പിരമിഡിനാണെങ്കിലോ സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിൽ. ഇത്രയുമാണ് DNA സ്ട്രക്ചർ. അതായത് നിങ്ങൾക്കിപ്പോൾ DNA എന്താണെന്ന് ഒരു 5 മാർക്കിന് ചോദിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതിയാൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ? നിങ്ങൾക്ക് മാർക്ക് കിട്ടുകയുള്ളൂ. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് ആദ്യമേ എഴുതി വെക്കുക. എഴുതിയതിന് ശേഷം മാത്രമേ അതിനെ ഫർദർലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിൽക്കാവൂ കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ നെക്സ്റ്റ് വൺ ഈസ് ബയോസിന്തസിസ് ഓഫ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ്. സോ ബേസിക്കലി നമുക്ക് പ്യൂരിൻസും ഉണ്ട്, പിരമിഡിൻസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ന്യൂക്ലിയോടൈഡ്സിന്റെ ബയോസിന്തസിസ് ആണ്, അല്ലെങ്കിൽ ബയോസിന്തസിസ് ഓഫ് പ്യൂരിൻ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയാൻ പോകുന്നത്. ദ ഫസ്റ്റ് വൺ ഈസ് ഡിനോവ സിന്തസിസ്. സോ എന്താ ഡിനോവ സിന്തസിസ്? New purine ring synthesized along with nucleotide attached to ribose sugar generated by HMP pathway. ഇവിടെ ഒരു പാത്വേ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ പേരാണ് എന്ത്? HMP പാത്വേ എന്ന് പറഞ്ഞാൽ പുതിയ പ്യൂരിൻ റിങ് എന്ത് ചെയ്യുന്നു? സിന്തസൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? എലോങ് വിത്ത് ന്യൂക്ലിയോടൈഡ്സ്. ആരാണ്? എലോങ് വിത്ത് ന്യൂക്ലിയോടൈഡ്സ് അറ്റാച്ച് ടു റൈബോസ് ഷുഗർ. റൈബോസ് ഷുഗറുമായിട്ട് ന്യൂക്ലിയോടൈഡും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് പുതിയ പ്യൂരിൻ റിങ് ഫോം ചെയ്യുന്നു ബൈ HMP പാത്വേ ആണ്. ഓക്കെ അല്ലേ? ഇനി സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് ഡി റൈബോ 5-phosphate സെർവ് ആസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് സ്റ്റെപ്പ് വൈസ് സിന്തസിസ് ഓഫ് ദ പ്യൂരിൻ റിംഗ്. സോ നമുക്കൊരു പുതിയ പ്യൂരിൻ റിംഗ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുതിയ പ്യൂരിൻ റിംഗിന്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് ഡി റൈബോസ് 5-phosphate ആയിരിക്കും. ഒന്നും കൂടെ പറയാം, ഡി റൈബോസ് 5-phosphate ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ നമുക്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് കിട്ടണം അല്ലേ. സോ എന്താ ഫസ്റ്റ് പ്രൊഡക്റ്റ്? ഇൻസോൻസ് 5 മോണോഫോസ്ഫേറ്റ്, IMP ആണ് കേട്ടോ. ഇനോസിൻ 5 മോണോഫോസ്ഫേറ്റ് ഈസ് ദ ഫസ്റ്റ് ബയോസിന്തസൈസ്ഡ് പ്യൂരിൻ പ്രൊഡ്യൂസ് ആഫ്റ്റർ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പം നമ്മുടെ ഈ ഒരു സെക്കൻഡ് സ്റ്റെപ്പിന് ശേഷം നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് IMP ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ ആൻഡ് എനർജി ആണ്. ഇത് എവിടെ ഉണ്ടാവുക? ബേസിക്കലി ലിവറിലാണ്, നമ്മുടെ ലീവറിലാണ് നമ്മൾ ഉണ്ടാവുക. അത് മാത്രമല്ല 6 ATP മോളിക്യൂൾസ് ആണ് ഈ ഒരു റിയാക്ഷന് വേണ്ടി അവർ എടുക്കുന്നത്. അപ്പം ഇച്ചിരി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും, ഈ ഒരു വേർഡ്സ് കേൾക്കുമ്പോഴാണ് അധികം ടഫായിട്ട് തോന്നുന്നത്, പക്ഷെ ബാക്കി ഓക്കെ ആണ്. ഫസ്റ്റ് വൺ ഈസ് ഡിനോവ സിന്തസിനെ പറ്റി ഞാൻ പറഞ്ഞു, HMP പാത്വേ ആണെന്ന് പറഞ്ഞു. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഡി റൈബോസ് 5-phosphate വേണം എന്ന് പറഞ്ഞു. സോ പ്യൂരിൻ റിങ്ങിന് സിന്തസൈസിന് വേണ്ടിയിട്ട്. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇനോസൈൻ 5 മോണോഫോസ്ഫേറ്റ് ആണെന്ന് പറഞ്ഞു. സോ ബേസിക്കലി സെക്കൻഡ് സ്റ്റെപ്പിന് ശേഷം അല്ലെങ്കിൽ മുമ്പുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ആണെന്ന് പറഞ്ഞു. ആ ബയോ പ്രൊഡക്റ്റ് ആണ് ഞാൻ പറഞ്ഞു.
സോ നെക്സ്റ്റ് വൺ ഈസ് ലൊക്കേഷൻ എനർജി ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം മനസ്സിലായി അല്ലേ. ഇനി ബയോസിന്തസിസ് ഓഫ് പിരിമിഡൽ ന്യൂക്ലിയോടൈഡ്സ്. പിരിമിഡൽ ന്യൂക്ലിയോടൈഡ്സ് എവിടെയാണ്? സോ ഒരൊറ്റ കാര്യം ആലോചിക്കുക, ഈ പിരിമിഡൽ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാക്കുന്നത് സൈറ്റോപ്ലാസത്തിലാണ്. സോ ഇവിടെ ലിവറിലാണെങ്കിൽ ന്യൂക്ലിയോടൈഡ്സുകളൊക്കെ ലിവറിലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? നമ്മളെ സൈറ്റോപ്ലാസത്തിലാണ് ഉണ്ടാവുന്നത്. സോ റിംഗ് സിന്തസിസ്. സോ 6 മെമ്പേർഡ് പിരിമിഡൽ റിംഗ് സിന്തസൈസ്ഡ് ഫസ്റ്റ്. സോ ബേസിക്കലി നിങ്ങൾ അറിയാം പിരമിഡൽ റിംഗ്സ് എല്ലാം 6 മെമ്പേർഡ് ആണ്. എന്താണ്? പിരമിഡൽ റിംഗ്സ് എല്ലാം 6 മെമ്പേർഡ് ആണ്. സോ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു റിംഗ് സിന്തസൈസ് ചെയ്യണം അല്ലേ. ഫോളോഡ് ബൈ അറ്റാച്ച്മെന്റ് ടു റൈബോസ് ഫോസ്ഫേറ്റ് ഇൻ 8 സ്റ്റെപ്പ്. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ എന്ത് ചെയ്യുന്നു? നമുക്ക് ആദ്യം ഈ പിരമിഡൽ റിംഗ് സിന്തസൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ റൈബോസ് ഫോസ്ഫേറ്റിൽ 8 സ്റ്റെപ്പിൽ പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ട് സിന്തസൈസ് ബീങ് വിത്ത് കമ്പൈൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് NH3. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും NH3യും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ പിരമിഡൽ ന്യൂക്ലിയോടൈഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. സോ നെക്സ്റ്റ് വൺ ഈസ് റെഗുലേറ്ററി സ്റ്റെപ്പ്. ഫോർമേഷൻ ഓഫ് സിസ്റ്റോളിക് കാർബോമൈൽ ഫോസ്ഫേറ്റ് ഈസ് എ റെഗുലേറ്ററി സ്റ്റെപ്പ്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ ഇത് എവിടെ വെച്ച് നമുക്ക് ചെക്ക് പോയിന്റ് കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റ് വെച്ച് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ബോഡി ചുമ്മാ ഇങ്ങനെ ഉണ്ടായാൽ മതിയോ? പാടില്ല അല്ലേ. അപ്പം നമുക്ക് റെഗുലേറ്ററി സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്ത് നിർത്തേണ്ട ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? റെഗുലേറ്ററി സ്റ്റെപ്പ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ സൈറ്റോസോളിക് കാർബോമൈൽ ഫോസ്ഫേറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? അവിടെ റെഗുലേറ്ററി സ്റ്റെപ്പ് ഇനിഷ്യേറ്റ് ചെയ്യുന്നു. ഞാൻ ലൊക്കേഷൻ പറഞ്ഞതുപോലെ സൈറ്റോപ്ലാസത്തിലായിരിക്കും. സോ എളുപ്പമാണ്. റിംഗ് സിന്തസൈസ് ചെയ്യുന്നു, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാർബൺ ഡൈ ഓക്സൈഡും NH3യും ഫോം ചെയ്യുന്നു, ആൻഡ് സിറ്റോസ്റ്റോളിക് കാർബോമൈൽ ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു, റെഗുലേറ്ററി സ്റ്റെപ്പ് വരുന്നു, ആൻഡ് ഇറ്റ്സ് ഒക്കേഴ്സ് ഇൻ ദി സൈറ്റോപ്ലാസം. എളുപ്പമല്ലേ? So next one is catabolism of purine nucleotides. So purine nucleotides in the catabolism എങ്ങനെയാണ്? So catabolism of purine nucleotide is an important pathway in nucleic acid metabolism. So nucleic acidന്റെ മെറ്റാബോളിസത്തിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, അല്ലെങ്കിൽ ബയോസിന്തസിസ് പ്രോസസ്സ് നമുക്ക് പറയാം. സോ ബേസിക്കലി ഈ കാറ്റബോളിക് ഓഫ് പ്യൂറിൻ ന്യൂക്ലിയോടൈഡ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് മച്ച് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇൻ ദ ഡൈജസ്റ്റീവ് ട്രാക്ട് ന്യൂക്ലിക് ആസിഡ് ആർ ടു ന്യൂക്ലിയോടൈഡ് ബൈ വേരിയസ് എൻസൈം. സോ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലേക്ക് വരികയാണ് നോക്കുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിനകത്ത് ഒരുപാട് ജ്യൂസ് ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട്. അത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആകാം, പെപ്സിനോജൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എൻസൈംസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മുടെ വയറ്റിനകത്ത് ഉള്ളത് അല്ലേ. അപ്പോൾ ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ ന്യൂക്ലിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഡീഗ്രേഡ് ചെയ്ത് ന്യൂക്ലിയോടൈഡ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുക. എന്ത് ചെയ്യുന്നു? ഡൈജസ്റ്റീവ് ട്രാക്റ്റിലെ ന്യൂക്ലിക് acid are degrade to nucleotide by various enzymes. This process is crucial for maintaining the balance of purine level in body and play a role in severe metabolic disorder. So ഈ ഒരു പ്രോസസ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യമാണ്. കാര്യം നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്നാൽ നമ്മളെ ബോഡിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന സാധനങ്ങളെ ഡീഗ്രേഡ് ചെയ്യാനായിട്ട് വേറെ എൻസൈംസ് ആക്ട് ചെയ്യുമ്പം വി നീഡ് ആൻ മെയിൻറ്റെയിനിങ് അല്ലെങ്കിൽ വി നീഡ് ആൻ റെഗുലേഷൻ ആവശ്യമാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ നടന്നില്ല എന്നുണ്ടെങ്കിൽ മെറ്റാബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ യുറീസീമിയ. എന്താ ഹൈപ്പർ യുറീസീമിയ? സോ ഡെഫിനേഷൻ പറയുവാണെങ്കിൽ യൂറിക് ആസിഡിന്റെ ബ്ലഡ് ഹൈപ്പർ കൂടുതൽ, യുറി അപ്പോൾ യൂറിക് ആസിഡ്. ഓക്കെ, അപ്പം ഹൈപ്പർ യൂറിക് ആസിഡ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള യൂറിക് ആസിഡ് ബ്ലഡിൽ വരുമ്പോഴാണ് നമ്മൾ ഹൈപ്പർ യുറീസീമിയ പറയാം. അങ്ങനെയാണെങ്കിൽ നോർമൽ ലെവൽ എത്രയായിരിക്കും? 2.4 to 6.0 mg/dL ഫോർ ഫീമെയിൽ ആൻഡ് 3.4 to 7.0 milligram per deciliter ഫോർ മെയിലുമായിരിക്കും. ഇതാണ് നോർമലി എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്ന കണക്ക് കേട്ടോ. സോ ബേസിക്കലി ഇത് എപ്പോഴൊക്കെയാണ് ഹൈപ്പർ യുറീസീമിയ ഉണ്ടാവുക? നിങ്ങൾ എക്സസ് ആയിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്നു, അല്ലെങ്കിൽ മീറ്റ് കൂടുതൽ കഴിക്കുന്നു, അല്ലെങ്കിൽ സീ ഫുഡൊക്കെ ഒരുപാട് കഴിക്കുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് ഹൈപ്പർ യുറീസീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. സോ റിസ്ക് ഫാക്ടർ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, കിഡ്നി ഡിസീസ് ഉണ്ടാകാം, ഗൗട്ട്, ആർത്രൈറ്റിസ് ഉണ്ടാകാം. സോ എന്താണ് ഹൈപ്പർ ടെൻഷൻ, എന്താണ് കിഡ്നി ഡിസീസ്, നിങ്ങൾ എവിടെ പഠിച്ചു? പാത്തോഫിസിയോളജിയിൽ പഠിച്ച കാര്യം തന്നെയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ യുറീസീമിയ വന്നാൽ നിങ്ങൾക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് നടത്തുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത്? ദ ഫസ്റ്റ് വൺ ഈസ് യൂറിക് ഡ്രഗ്സ്. അതായത് നമുക്ക് യൂറിക് ആസിഡിൻ്റെ എക്സ്ക്രീഷൻ കൂട്ടുവാണ് എന്നുണ്ടെങ്കിൽ ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ പറ്റും അല്ലേ. സോ നെക്സ്റ്റ് വൺ ഈസ് അലോപ്യൂരിനോൾ ആണ്.
യൂറിക് ആസിഡ് പ്രൊഡക്ഷനെ കുറയ്ക്കുന്ന ഡ്രഗ്സുകളാണ് അലോപ്യൂരിനോൾ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് NSAID ആണ്, നോൺ സ്റ്റെറോയ്ഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്. നമുക്ക് ഉണ്ടാവുന്ന പെയിനും നീരും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. സോ ഇതൊക്കെ നിങ്ങൾ വായിച്ചു പോയാൽ മതി. സോ നെക്സ്റ്റ് വൺ ഈസ് ഗൗട്ട്. എന്താ ഗൗട്ട്? ഗൗട്ട് എന്ന് പറയുന്നത് ആർത്രൈറ്റിസ് പോലെ തന്നെയാണ്. ബേസിക്കലി നമുക്ക് സിവിയർ പെയിൻ ഉണ്ടാവാറുണ്ട്, റെഡ്നെസ് ഉണ്ടാവാറുണ്ട്, ജോയിന്റ് ടെൻഡനസ് ഉണ്ടാവാറുണ്ട്, ആൻഡ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ മിക്കവാറും വൈവായിലൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് ഗൗട്ട്, ഗൗട്ടിൻ്റെ മേജർ ക്യാരക്ടർ എന്താണെന്ന് പറയണം യൂറിക് ആസിഡ് ക്രിസ്റ്റൽ ഡെപ്പോസിഷൻ ആണ് ഗൗട്ടിൻ്റെ എന്ന് പറയുക കേട്ടോ. സോ ടൈപ്സ് എന്തൊക്കെയാണ്? അക്യൂട്ട് ഗൗട്ട് ഉണ്ട്, ക്രോണിക് ഗൗട്ട് ഉണ്ട് കേട്ടോ. അക്യൂട്ട് വെച്ചാൽ ഗൗട്ട് അറ്റാക്ക് എന്ന് പറയും, ക്രോണിക് ഗൗട്ട് എന്ന് വെച്ചാൽ യൂറേറ്റ് ഡെപ്പോസിറ്റ് ഇൻ വേരിയസ് ജോയിന്റ്. നമ്മുടെ പല ജോയിൻസ് ഉണ്ടല്ലോ അല്ലേ, പല തരത്തിലുള്ള ജോയിൻസ് ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു, യൂറേറ്റിൻ്റെ ഡെപ്പോസിഷൻ ഉണ്ടാവുകയാണ് ചെയ്യുക. സിംറ്റംസ് അങ്ങനെയൊക്കെ എന്തായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ സിവിയർ പെയിൻ, റെഡ്നെസ്, സ്വെല്ലിങ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാത്രിയൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര പെയിനൊക്കെ തോന്നി ഒരു അറ്റാക്ക് പോലെ ഫീലൊക്കെ ചെയ്യും കേട്ടോ. ഇതൊക്കെയാണ് സിംറ്റംസ് പറയുവാണെങ്കിൽ. ഗൗട്ട് എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? NSAIDs യൂസ് ചെയ്യാം കേട്ടോ. സോ ഷോർട്ട് അറ്റാക്കിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേദന കുറയ്ക്കാൻ വേണ്ടി NSAID ഉപയോഗിക്കാം. ക്രോണിക് മാനേജ്മെന്റ് ആണെങ്കിൽ ഡയറ്റ്, എക്സസൈസ്, കള്ളുകൂടി നിർത്തുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ലോങ് ടേം തെറാപ്പി ആണെന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ലെവൽ കുറയ്ക്കുന്ന മെഡിസിൻസ് നമ്മൾ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അക്യൂട്ട് അറ്റാക്ക്, ക്രോണിക് മാനേജ്മെന്റ്, ലോങ് ടേം തെറാപ്പി. സോ ഓർഗനൈസേഷൻ ഓഫ് മാമലിയൻ ജീനോം. സോ നമ്മുടെ മാമലിയൻ എന്ന് പറയുമ്പോൾ ആരൊക്കെ ആയിട്ട് വരിക അറിയോ? ഓൾറെഡി നമ്മൾ +2 പഠിച്ചതാണ് അല്ലേ. അപ്പോൾ മാമൽസ് എന്തെന്നറിയാം, മുലയൂട്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ മുലയൂട്ടാൻ സാധിക്കുന്ന മൃഗങ്ങളെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുക അല്ലേ. സോ മാമലിയം ജീനോമിൻ്റെ ഓർഗനൈസേഷൻ എങ്ങനെയാണ്? ദ ജീനോം ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ദ എൻറ്റയർലി ഓഫ് ഇറ്റ്സ് ഹെറിഡിറ്ററി ഇൻഫോർമേഷൻ എൻകോഡ് ഇൻ ഇറ്റ്സ് DNA ഓർ RNA ഫോർ സം വൈറസ്. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞു DNA-ലൂടെയാണ് നമ്മുടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്ത് വരിക. എന്നാൽ ചില വൈറസുകൾ, ഇതൊരു ചോദ്യമാണ് കേട്ടോ, വേണമെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കാം, എന്താണ് ചില വൈറസുകൾ മീൻസ് മറ്റുള്ളതിൽ DNA ആണെങ്കിൽ വൈറസിൽ അല്ലെങ്കിൽ വേറെ സ്പെസിഫിക് കാറ്റഗറിയിൽ ഏതാണ് ജനറ്റിക് കോഡിംഗ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം RNA ഫോർ വൈറസ് എന്ന് പറയാം. സോ ഇതിൽ രണ്ടിലും എന്ത് ചെയ്യാറുണ്ട്, ജീനോം ആൻഡ് നോൺ കോഡ് സീക്വൻസും കാണാറുണ്ട്. ദിസ് ഇൻക്ലൂഡ് ബോത്ത് ജീൻസ് ആൻഡ് നോൺ കോഡിംഗ് സീക്വൻസ്. എന്താ കാണാറുണ്ട്? ജീനും കാണാറുണ്ട്, നോൺ കോഡിംഗ് സീക്വൻസും കാണാറുണ്ട്. ദ ഹ്യൂമൻ ജീനോം ഈസ് സ്റ്റോർഡ് ഓൺ 23 ക്രോമസോം പെയർ ഇൻ സെൽ ന്യൂക്ലിയസ് ആൻഡ് ഇറ്റ്സ് സ്മോൾ മൈറ്റോകോൺഡ്രിയൽ DNA. അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിൽ എവിടെയാണ് ക്രോമസോംസ് അല്ലെങ്കിൽ എവിടെയാണ് ക്രോമസോംസ് എല്ലാവർക്കും അറിയാം അല്ലേ. സോ നമുക്ക് ബേസിക്കലി 23 ക്രോമസോം പെയർസ് ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സോ ഈ ക്രോമസോമിലാണോ എവിടെ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് ഈ ജീനോമിനെ വെച്ചിരിക്കുന്നത്? എവിടെയാണ്? ക്രോമസോമിൽ തന്നെയാണ്. 23 ക്രോമസോം പേഴ്സിൽ നമ്മുടെ സാധനങ്ങൾ കിടപ്പുണ്ട്. അതുമാത്രമല്ല സ്മോൾ മൈറ്റോകോൺഡ്രിയൽ DNA-യും നമുക്ക് കാണാനായിട്ട്, അതിൽ മാത്രമല്ല സ്മോൾ മൈറ്റോകോൺഡ്രിയൽ DNA-യിലും കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ക്രോമസോം സെർവ്സ് ആസ് സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ജീൻസ്. ക്രോമസോമിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ജീൻസ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ക്രോമസോംസിന് എന്ത് പറയാറുണ്ട്, നമ്മളെ സ്റ്റോറേജ് യൂണിറ്റ് ഓഫ് ജീൻസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെ ഞാൻ പറഞ്ഞേ, ജീനോംസിനെ പറ്റി പറഞ്ഞല്ലേ. സോ ബേസിക്കലി ഹെറിഡിറ്ററിക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. DNA ഉണ്ട്, RNA ഉണ്ട്. DNA ഫോർ ഹ്യൂമൻ, RNA ഫോർ വൈറസ് ആണെന്ന് പറഞ്ഞു. സോ DNA ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ, ഒന്നെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ DNA-യിൽ കാണാറുണ്ട്, പിന്നെ 23 ക്രോമസോം പെയർസിലും കാണാറുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ വേറെ എന്താ പറഞ്ഞത്, ക്രോമസോംസ് നമ്മൾ ജീൻ്റെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയാറുണ്ട് എന്നുള്ളതാണ്. സോ സ്ട്രക്ചർ ഓഫ് DNA പറയാം. എന്താണ് DNA-യുടെ സ്ട്രക്ചർ? ദ ഫസ്റ്റ് വൺ ഈസ് ഡബിൾ ഹെലിക്സ്. സോ ബേസിക്കലി DNA എന്ന് പറയുന്നത് 2 ചെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊളോയിഡ് ചെയ്ത് മീൻസ് കോയിൽ പോലെ, നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ കോയിൽ ചെയ്തിരിക്കുന്ന ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ് ആര്, DNA എന്ന് പറഞ്ഞാൽ. സോ എന്താണ് ന്യൂക്ലിയോടൈഡ്സ്? സോ DNA is made up of molecule called nucleotides. സോ DNA ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്ന മോളിക്യൂൾസ് വെച്ചിട്ടാണ്. സോ ന്യൂക്ലിയോടൈഡിന്റെ കമ്പോസിഷൻ എന്തൊക്കെയാണ്? ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഷുഗർ ഗ്രൂപ്പ് ഉണ്ട്, നൈട്രോജൻ ബേസ് ഉണ്ട്. സോ ഇതെല്ലാം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആ പടമൊക്കെ ഉണ്ട്, നമ്മുടെ റെഫറൻസ് നോട്ടിലുണ്ട്, നിങ്ങളത് വരച്ച് വെക്കുക കേട്ടോ. ആൻഡ് നൈട്രോജൻ ബേസ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. തിരിഞ്ഞു പോകരുത്, DNA-ക്കും RNA-ക്കും വ്യത്യാസമുണ്ട്. സോ ചില ആൾക്കാരൊക്കെ മിക്കവാറും ഒക്കെ യുറാസിലൊക്കെ കുത്തിക്കയറ്റി വെക്കാറുണ്ട്. സോ ശ്രദ്ധിക്കുക, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഓക്കെ.
സോ നെക്സ്റ്റ് വൺ ഈസ് ബയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് ഡി എൻ എ. ഡി എൻ എ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ ജനറ്റിക് മെറ്റീരിയലാണ്, ജീൻ കോഡിങ്ങിന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ പ്രോട്ടീൻ ഫോർമേഷന്, അതായത് നമ്മളെ ബോഡിയിലൊക്കെ പ്രോട്ടീൻ ഫോർമേഷന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം പ്രോട്ടീൻ നമ്മളെ ബോഡിയിൽ ഒരുപാട് തരത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, മെമ്മറൈസിങ്ങിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് റെപ്ലിക്കേഷൻ, ഡി എൻ എ ട്രാൻസ്ഫർ ജനറ്റിക് ഇൻഫോർമേഷൻ ഡ്യൂറിങ് സെൽ ഡിവിഷൻ ആൻഡ് ബിറ്റ്വീൻ ജനറേഷൻ. സോ ഡി എൻ എ ഫോം ചെയ്യുമ്പോൾ ഒരു ഡി എനിൽ നിന്ന് മറ്റൊരു ഡി എനിലേക്ക്, പാരന്റ് ഡി എന്നിലേക്ക് ചൈൽഡ് ഡി എൻ എയിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ അഡീഷണൽ ഫംഗ്ഷൻ ഓഫ് ഡി എൻ എ. ഡി എൻ എക്ക് എന്തെങ്കിലും വേറെ ഫംഗ്ഷൻസ് ഉണ്ടോ? ഒന്ന് മ്യൂട്ടേഷൻ, ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ഡി എൻ എ സീക്വൻസ്. സോ നമുക്ക് ഡി എൻ എയുടെ സീക്വൻസിൽ നമുക്ക് ചേഞ്ചുകൾ വരുത്താൻ പറ്റും. എങ്ങനെയാണ്? ദാറ്റ്സ് കോൾഡ് ആസ് മ്യൂട്ടേഷൻ. ഇതൊക്കെ 2 മാർക്കിനാണെങ്കിൽ ചോദിക്കാം കേട്ടോ. എന്താ ട്രാൻസ്ക്രിപ്ഷൻ? പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആർ എൻ എ ഫ്രം ഡി എൻ എ ടെംപ്ലേറ്റ്. അതായത് ഡി എൻ എയുടെ ടെംപ്ലേറ്റിൽ നിന്ന് ആർ എൻ എ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയാം. സോ നെക്സ്റ്റ് വൺ ഈസ് സെല്ലുലർ മെറ്റബോളിസം. ഡി എൻ എസ് റോൾ ഇൻ വേരിയസ് സെല്ലുലർ പ്രോസസ്. സോ ബേസിക്കലി നമ്മളെ ബോഡിയിൽ ഡി എൻ എക്ക് സെല്ലുലർ മെറ്റബോളിസിന് ഒരുപാട് റോള് ചെയ്യാറുണ്ട്. ആൻഡ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ടെക്നിക് ഫോർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ഡി എൻ എ. അതായത് ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു മുടി എവിടെയെങ്കിലും ഇട്ടിരിക്കുക, അല്ലെങ്കിൽ എന്നെ കാണാതായി, ഞാൻ കിടന്ന ഒരു ബെഡ്ഷീറ്റ് എൻ്റെ ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡി എൻ എടുക്കാൻ പറ്റും. എൻ്റെ സെൽസ് ഒക്കെ കാണുമല്ലോ, അതിന് ഡി എൻ എടുത്തിട്ട് ഞാനാണോ അല്ലയോ എന്നൊക്കെ അറിയാനൊക്കെ ഉള്ളൊരു ഇതിനൊക്കെ വഴിയൊക്കെ ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് ജീൻ തെറാപ്പിയാണ്. സോ ബേസിക്കലി ജീൻ തെറാപ്പിയുടെ ഒരു നോട്ട് ഞാൻ എക്സ്ട്രാ ഒന്ന് നമ്മുടെ റെഫറൻസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിക്കോളൂ, അത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. സോ ജീൻ തെറാപ്പി ഈസ് എൻ എക്സ്പെരിമെന്റൽ ടെക്നിക് ദാറ്റ് യൂസ് ജീൻ ടു ട്രീറ്റ് ഓർ പ്രിവെന്റ് ഡിസീസ്. അതായത് നമുക്ക് അസുഖം വരാതിരിക്കാനോ അല്ലെങ്കിൽ അസുഖം വന്നതിന് ശേഷം പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊടുക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ജീൻ തെറാപ്പി. അപ്പം നമുക്ക് ഉണ്ടാവുന്ന ഇപ്പം എക്സാമ്പിൾ ഹെറിഡിറ്ററി ആയിട്ട് കിട്ടുന്ന ചില അസുഖങ്ങളുണ്ട് കേട്ടോ. അതായത് ഇപ്പം ക്യാൻസർ അങ്ങനെയൊക്കെ ഉള്ള ഡിസീസുകളുണ്ട്. അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു വൈറൽ ഇൻഫെക്ഷൻ വരികയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊരു അസുഖം നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നമ്മുടെ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസുഖം കുറയ്ക്കാനായിട്ട് പറ്റും. സോ ബേസിക്കലി 2 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസേ ഉള്ളൂ, അധികം ഒന്നും ചോദിക്കാനുള്ള ചാൻസ് കാണുന്നില്ല. സോ എന്തായാലും നിങ്ങളൊന്ന് വായിച്ചു വെക്കുക, റെഫറൻസ് നോട്ടിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡി എൻ എ അല്ലെങ്കിൽ എന്താണ് ജനറ്റിക് മെറ്റീരിയൽ നമ്മൾ ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ട്, അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.